ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നമ്മൾ ഓരോരുത്തരും കാത്തിരുന്ന ആ നിമിഷമായിരുന്നു ഇന്നലെ നടന്നത്. അതായത് നമ്മുടെ അനീഷും അനുമോളും തമ്മിൽ ഒന്നായിരിക്കുന്നു. അതും എവിടെ വെച്ചിട്ട്? ജയിലിൽ വെച്ചിട്ട് ഒന്നായിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളെല്ലാം കാണാൻ കൊതിച്ചൊരു നിമിഷമായിരുന്നു. എന്ത് ക്യൂട്ടായിരുന്നില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവർ രണ്ടുപേരും ജയിലിൽ കിടന്നു, ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് ടാസ്ക് ചെയ്തു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സമ്മറിൻ ബദലേഹം സിനിമയിലില്ലേ, സമ്മറിൻ ബദലേഹം സിനിമയിൽ നമ്മുടെ ലാലേട്ടനും മഞ്ജു ചേച്ചി ഒരുമിക്കത്തില്ല, അത് കണക്ക് ഫണ്ണായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്തായാലും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, രാവിലെ 5 മണി വരെ ഇരുന്ന് ടാസ്ക് ചെയ്തു. 5 മണി കഴിഞ്ഞിട്ടാണ് അവര് കിടന്നത്. അതായത് കംപ്ലീറ്റ് ടാസ്കും ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. എന്നിട്ട് അനീഷ് ബിഗ് ബോസിനോട് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ഞങ്ങളാണ് ആദ്യമായിട്ട് ഒരു പ്രശ്നമില്ലാതെ കംപ്ലീറ്റ് ടാസ്ക് തീർക്കുന്നത്. സത്യം, അത് അത്ര മനോഹരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ കംപ്ലീറ്റ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അവർ അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. അതിനൊരു ഹാർട്സ് ഓഫ് ടു ദം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രാവിലെ നടന്ന സംഭവങ്ങൾ, രാവിലെ നടന്ന നമ്മുടെ നെവിൻ ഓൾറെഡി വീണ്ടും തിരിച്ചു വന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ അനുവിന്റെ സാധനങ്ങളെല്ലാം, അതായത് അനുവിന്റെ നമ്മുടെ പേഴ്സണൽ തിങ്സ് ആയിട്ടുള്ള ഷവർ ജെല്ല്, ബോഡി ലോഷൻ, ആ കിറ്റ് എടുത്ത് കളഞ്ഞത് ആര്യനാണെന്ന് നമ്മുടെ നെവിനോട് ആര്യൻ പറയുന്നുണ്ടായിരുന്നു. അതിനാണ് നമ്മുടെ നമ്മുടെ അനുമോള് ഇന്നലെ രാത്രി മുതൽ അവിടെ ഭ്രാന്ത് പിടിച്ച് കിടന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആര്യൻ എന്തിന്റെ പ്രശ്നമാണെന്ന് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പുള്ളിക്കാരന്റെ ഹോബിയാണല്ലോ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക, മറ്റുള്ളവരെ ഇത് കണക്കുള്ള ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് പുള്ളിക്കാരന്റെ ഹോബിയാണ്. എന്തായാലും മിക്കവാറും നാളെ മറ്റന്നാൾ നാളെയാണ് ഷൂട്ട് നടക്കുന്നത്. മറ്റന്നാൾ മിക്കവാറും നമ്മുടെ ആര്യനായിരിക്കും ഔട്ട് ആവാൻ ചാൻസ്. കാരണം വളരെ ഔട്ട് കുറവാണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് നാളെ ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും, ആര്യനോടെ കണ്ടിന്യൂ ചെയ്യില്ലേ എന്നുള്ളത്. കാത്തിരുന്ന് കാണാം. അത് കഴിഞ്ഞതിന് ശേഷം അവരെങ്കിലും മുട്ടനടി കിടക്കുന്നുണ്ടായിരുന്നു. അനുമോള് ആര്യനെ വിളിക്കുന്നുണ്ട്, നീ പോടെ പെണ്ണാളാ, നീ പോടെ പെൺകോന്താ, എന്തൊക്കെയാ വിളിച്ചത്. കാരണം അത്ര ഇറിറ്റേറ്റഡ് ആണ് അനുവാണെങ്കിൽ കംപ്ലീറ്റ്. എനിക്ക് നല്ല പേടിയുണ്ട്, അനു ആരെങ്കിലും കൈവയ്ക്കുമെന്ന് സത്യമായിട്ട് എനിക്ക് പേടിയുണ്ട്. ആ രീതിയിലാണ് അനുവിന്റെ മെന്റൽ ഹെൽത്ത് പൊക്കോണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു ജയിൽ ടാസ്ക് വന്നത്. ഭാഗ്യത്തിന് എല്ലാ ഹൗസ് മേറ്റ്സും കൂടി ചേർന്ന് അനീഷിനെയും അനുവിനെയും തന്നെ സെലക്ട് ചെയ്ത് എന്തായാലും നന്നായി. ഇവർക്ക് എഗെയിൻസ്റ്റ് ആണെന്നുള്ളത് അറിയാലോ. ഇതിനിടയിൽ വേറൊരു കാര്യം പറയട്ടെ, അവിടെ മൊത്തത്തിലൊരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് അക്ബറും അപ്പാനി ശരത്തിന്റെ ഒരു ഗ്യാങ് ഗ്രൂപ്പ്, പിന്നെ ഷാനവാസും ഒണീലും നമ്മുടെ അഭിലാഷും കൂടെ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോൾക്കാണെങ്കിൽ അനുമോള്, ആദില നൂറ, അതോടൊപ്പം തന്നെ ശൈത്യ രേണു, ഇവർ ചേർന്നൊരു ഗ്രൂപ്പ്. ഇതിലൊന്നിലും ഒരു ഗ്രൂപ്പിലും പെടാത്ത ഒരേ ഒരു മനുഷ്യനെ അവിടെ ഉള്ളൂ, അനീഷ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, പുള്ളിക്കാരൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ല. സത്യം സീരിയസ്ലി പുള്ളിക്കാരൻ ഒറ്റപ്പെട്ടിട്ടാണ് അവിടെ നടക്കുന്നത്. ഷാനവാസ് മാത്രമാണ് കുറച്ചെങ്കിലും നന്നായിട്ട് ഇടപെടുകയും നല്ല രീതിയിൽ ഇത് ചെയ്യുന്നത്. ഇറിറ്റേറ്റഡ് ആണെങ്കിലും രണ്ടുപേരും ഒരു ടോം ആൻഡ് ജെറി ഒരു ക്യാരക്ടർ കണക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും അത് കൊള്ളാം. അതിനുശേഷം നമ്മുടെ നിവിൻ എത്തുന്നു, വീണ്ടും ബിഗ് ബോസിന്റെ കരഞ്ഞ് കാല് പിടിച്ച് സോറി പറയുന്നു, ബിഗ് ബോസ് ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഇനി ഞാൻ അവിടെ കപ്പ് കൊണ്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നെവിൻ കരഞ്ഞ് കാല് പിടിച്ച് ബിഗ് ബോസിനകത്തോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ആദില നൂറയും നോക്കിയിട്ട് ആദില നൂറയും ഉടനെ പോയി കെട്ടിപ്പിടിക്കുകയും ആദില നൂറയോ സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ടായിരുന്നു നെവിൻ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞിട്ടാണ് കയറിയത്. എനിക്കിത് അങ്ങനെ എന്തായാലും തോന്നുന്നില്ല. ഇപ്പോഴും നെവിൻ മറ്റേ ബാച്ചിൽ തന്നെ ഇരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നില്ല നെവിൻ വല്ലതും അറിഞ്ഞിട്ടാണ് അതിലേക്ക് കയറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻ ആയിരുന്നു. അതിൽ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ബിന്നിയാണ്. ബിന്നി, റെനയും നെവിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം ബിന്നി റെനയും കൂടെ നല്ല അടിപൊളിയായിട്ടായിരുന്നു ആ രാത്രിയുള്ള ഫുൾ ടാസ്ക് ചെയ്തത്, വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്. സോ അതുകൊണ്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ജിസൈലിന്റെ അമ്മയുടെ സഹോദരി, അതായത് മൂത്തമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുമാണ് നടന്നത്. അത് BB+ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു മെയിൻലി അവിടെ നടന്ന സംഭവങ്ങൾ. എന്തായാലും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ ജയിൽ ടാസ്ക് തന്നെയായിരുന്നു. ജയിലിൽ പോയി കിടന്ന അനുവും നമ്മുടെ അനീഷും ആയിരുന്നു ഇന്നത്തെ എന്തായാലും താരങ്ങൾ. സോ നാളെ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ വൈൽഡ് കാർഡുകളൊക്കെ വരാനിരിക്കുകയാണ്. ഒപ്പം ലാലേട്ടന്റെ എപ്പിസോഡ് വരാനിരിക്കുന്നു. ഇനിയുള്ള 2-3 ദിവസം എന്തായാലും പൊളി എപ്പിസോഡുകളായിരിക്കും. സോ എന്തായാലും കാത്തിരുന്ന് കാണാം. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Till then, bye bye.